സോ ഇതാണ് ഗൈസ് നമ്മുടെ ഒരു പമ്പ് അസംബ്ലി എന്ന് പറയുന്നത്. ഇതിൽ ഫ്യൂൽ പമ്പ് വരും, അതിൻ്റെ നമ്മുടെ ഡീസലിൻ്റെ ഗേജ് വരും. അതായത് നമ്മൾ ഡീസൽ ഗേജും കാര്യങ്ങളൊക്കെ ഇതിലാണ് വരുന്നത്, ഫുൾ അസംബ്ലിയിലാണ് വരുന്നത്. ഇതിൻ്റെ ഒരു പുതിയതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം 11,500 സംതിങ് ആണ് ഇതിൻ്റെ ഒരു പുതിയതിൻ്റെ റേറ്റ്. അതായത് ഒറിജിനൽ GMൻ്റെ ഒറിജിനൽ സാധനത്തിന്, നമുക്ക് ഷെവർലെയുടെ സാധനത്തിന് ഏകദേശം ഈ ഒരു റേറ്റാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു പാർട്സിൻ്റെ മെയിൻ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫ്യൂവൽ മോട്ടറാണെങ്കിൽ കുറേ നാൾ കാലപ്പഴക്കം കൊണ്ട് നമ്മൾ ലോ ഫ്യൂവലിട്ട് ഓടിക്കുന്നത് കാരണവും ചിലപ്പം ഇതുപോലെ പമ്പ് കംപ്ലയിൻറ്റ് വരാൻ ചാൻസ് കൂടുതലാണ്. അങ്ങനെ പമ്പ് കംപ്ലയിൻറ്റ് വരുന്ന സമയത്ത് നമുക്ക് വാഹനം രാവിലെ സ്റ്റാർട്ട് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ട്, ഒരുപാട് ലോങ് ക്രാങ്കിങ്, സ്റ്റാർട്ടാവാതിരിക്കുക, അങ്ങനത്തെ ഒരുപാട് കംപ്ലയിൻറ്റുകൾ വരാറുണ്ട്. സോ ഈ ഒരു വാഹനത്തിന് ഇങ്ങനെ ഒരു കംപ്ലയിൻ്റ് ആയിരുന്നു. നമ്മളീ ഒരു പമ്പ് അസംബ്ലി വേറൊരു നമ്മൾ വാഹനത്തിൽ നിന്ന് ഇളക്കി ഫിറ്റ് ചെയ്ത് ചെക്ക് ചെയ്ത സമയത്ത് ഈ ഒരു കംപ്ലയിൻറ്റ് സോൾവ് ആയിട്ടുണ്ട്. ഒറ്റയടിക്ക് തന്നെ വാഹനം സ്റ്റാർട്ടായിട്ടുണ്ട്. സോ ഈ ഒരു പമ്പ് അസംബ്ലി കംപ്ലയിൻ്റ് ആണ്. പമ്പ് വർക്ക് ചെയ്യുന്നെല്ലാം ഉണ്ട്, പക്ഷേ ഇതിൽ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ ലോ പ്രഷറാണ്, ഫ്യൂവലിൻ്റെ പ്രഷർ കുറവാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു ഫ്യൂവലിൻ്റെ കണ്ടൻറ്റ് കുറവാണ്, കുറച്ച് ഫ്യൂവൽ മാത്രമേ പ്രഷറായിട്ട് വരുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു പമ്പ് അസംബ്ലി മാറ്റി കഴിഞ്ഞാൽ ഈ ഒരു കംപ്ലയിൻറ്റ് സോൾവ് ആവുന്നതാണ്. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.